ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ മലേഷ്യ സിംഗപ്പൂർ ടൂർ സീരീസ് രണ്ടാം ഭാഗം ഇടാനായിട്ട് കുറച്ച് താമസിച്ചു പോയി. ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നിട്ട് ഒരാഴ്ചയായി. പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഇതൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും വൈകും തോറും അതിൻ്റെ ആ ഒരു ത്രില്ലങ്ങ് പോവും. പിന്നെ നിങ്ങളെല്ലാവരും സിംഗപ്പൂർ മലേഷ്യ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി വെച്ച് വൈകിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള ഇതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 8:15 ആയപ്പോഴത്തേലും ഇറങ്ങി. ഒരു 9:30 ആയപ്പോഴത്തേലും ഞങ്ങളിവിടെ എത്തി. ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കപ്പും പിന്നെ ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ബോർഡിങ്ങിന് വെയിറ്റ് ചെയ്യുകയാണ് ലോഞ്ചിൽ. അപ്പോൾ 1:10 ഫ്ലൈറ്റ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേലും നമുക്കിനി ഫ്ലൈറ്റിൽ വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേയൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എയർപോർട്ടിൻ്റെ അകത്തുള്ളത് അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, എല്ലാം കൂടി ഞാനൊരു ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ. ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. ഡാഡി ഒക്കെ ബഹ്റൈനിലായിരുന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഇപ്പം, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത് പിന്നെ ഈ വീഡിയോ എടുക്കുന്നതും ഇതെല്ലാം കൂടി ആയപ്പോഴത്തേനും ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നതിൻ്റെ ടെൻഷൻ, അല്ലാതെ എനിക്ക് ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഓക്കെ. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ, ഒരു ഹാഫ് ആൻ അവർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടും അതിൻ്റെ ഇതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ്, എനിക്ക് അത്രയും ക്ലിയറായിട്ട് അങ്ങോട്ട് എല്ലാം എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്ലൈറ്റിൻ്റെ അകത്താണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ഇതൊന്ന് നോക്കി സമയം ഫ്ലൈറ്റ് ഇപ്പം തന്നെ ഒരു 1:30 1:10 പോകേണ്ട ഫ്ലൈറ്റാണ്. 1:30. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ലേറ്റാണ്. ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ. അപ്പം അധികം വൈകാതെ പോകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സിംഗപ്പൂരിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങളിപ്പോൾ സിംഗപ്പൂർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും കൂടി ഞാനതങ്ങ് എടുത്തു. അപ്പോൾ ഇത് സിംഗപ്പൂർ എയർപോർട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അടിപൊളി ഒരു എയർപോർട്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് നല്ല രസമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഒരു 9:15 ആയപ്പോഴത്തേലും 9:15 ആയപ്പോഴത്തേലും രാവിലെ അവിടുത്തെ ടൈം, ഇവിടുത്തേൻ്റെന്നും 2.5 മണിക്കൂർ ഹെഡാണ് അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അതായത് ഇവിടെ 1 മണിയാണെങ്കിൽ അവിടെ 2:30 മണി. അപ്പോൾ സിംഗപ്പൂർ എത്തിയിട്ട് ഞങ്ങളിപ്പോൾ ഇത് സാൻഡ് സ്കൈ പാർക്ക് എന്ന് പറയുന്ന, അതായത് സാൻഡ് സ്കൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മെറീന ബേ സാൻഡ്സ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് 3 ഹോട്ടൽ ടവേഴ്സിന് മുകളിലായിട്ടാണ് ഈ സാൻഡ് സ്കൈ പാർക്ക് ഒബ്സർവേഷൻ ഡെക്ക്. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ മേളിൽ നിന്നിട്ട് അത് 56th ഫ്ലോറിലാണ് കേട്ടോ ഈ ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ടോട്ടൽ 57 ഫ്ലോർസാണ് ഉള്ളത്. അതിൽ 56th നമുക്ക് പോവേണ്ടത്. അപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ 56th ആണ് ഞങ്ങളിപ്പോൾ അവിടെ പോയി ഇറങ്ങി. അവിടെ പോയി നിൽക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ സിംഗപ്പൂറും കാണാം. ഈ മെറീന ബേ സാൻഡ്സിൽ സാൻഡ് സ്കൈ പാർക്ക് എന്ന് പറയുന്ന ആ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നിട്ട് നമ്മൾ
താഴോട്ട് നോക്കും, അത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഹോട്ടൽ ടവേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരു ബോട്ട് ഷേപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഇനിയിപ്പോൾ കാണും, അല്ലാതെ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ നിൽക്കുവാണ് ഇത്. അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദ ഹോൾ സിംഗപ്പൂർ കാണാം. അതിൻ്റെ ആ സൈഡെന്ന് പറയുന്നത് ഇന്തോനേഷ്യ. അവിടെ നിന്നൊരു 45 മിനിറ്റ്സ് നമ്മൾ ബോട്ടിൽ കൂടെ യാത്ര ചെയ്താൽ നമുക്ക് ഇന്തോനേഷ്യ എത്താൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ എങ്ങാണ്ട് ബോട്ടിൽ ട്രാവൽ ചെയ്താൽ നമുക്ക് മലേഷ്യ എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് ഇടയ്ക്കായിട്ടാണ് സിംഗപ്പൂർ സിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഹോൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിപ്പം സാധാരണ നമ്മുടെ ഒരു ഐ വിഷനിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു ബേർഡിൻ്റെ ഐ വിഷനിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന അതേ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഹോൾ സിംഗപ്പൂർ സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ആ ചുറ്റിനുമുള്ള അതിൻ്റെ ഇത് ഹോൾ കംപ്ലീറ്റ് ഒരു ഐലൻഡാണ്, കവർ ചെയ്തിരിക്കുകയാണ്, സീ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സീയിലുള്ള ബോട്ട്സും ഷിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. പിന്നെ ഇതിൻ്റെ 57th ഫ്ലോറിൽ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പം അതിൽ ആരെയും വിസിറ്റേഴ്സൊന്നും അലൗഡ് അല്ല. ആ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെയും ഒരു വ്യൂ ഞാൻ ഇതിവിടുന്ന് നോക്കിയേ അങ്ങോട്ട് കാണുന്നില്ലേ, അത് ഇത് കണ്ടോ, ഇത് ആ ബോട്ട് ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് ആണ് ഈ ഒരു സ്വിമ്മിംഗ് പൂളുള്ളത്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൽ ഗ്ലാസ് കൊണ്ടാണ് കംപ്ലീറ്റ് ദ ഹോൾ സ്വിമ്മിംഗ് പൂള് പണിതിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഇപ്പോൾ ഫോറിനേഴ്സ് അവിടെ താമസിക്കുന്ന ആൾക്കാർ പൂളിലൊക്കെ വരുമ്പോഴത്തേലും ഇതുപോലെ വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പ്രയാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ നേരത്തെയൊക്കെ ആ 57th ഫ്ലോറിൽ പോയിട്ട് എല്ലാവർക്കും സ്വിമ്മിംഗ് പൂളും കാണാനൊക്കെ പറ്റുമായിരുന്നു, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനും പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് അനുവദിക്കുന്നില്ല. കണ്ടോ, സിംഗപ്പൂർ സിറ്റി ഫുൾ നമ്മൾ കാണുവാണ്. അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു, പ്ലേസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് ഇതൊരു ചൈനീസ് ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് ടെമ്പിളാണ്. അപ്പോൾ അതാണ് പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചവരെ, അതിനു മുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, ഇത് കണ്ടോ, ഇത് ന്യൂലി മാരീഡ് കപ്പിൾസാണ് കേട്ടോ. അവർ കല്യാണം കഴിഞ്ഞ വഴിക്കാണ്. ഈ റെഡുമാണ് ഈ ന്യൂലി മാരീഡ് കപ്പിൾസിൻ്റെ വേഷം. അതവർ കല്യാണം കഴിഞ്ഞ വഴിക്ക് അവിടെ വന്ന് അവർക്കൊരു ചടങ്ങാണത്, ആ ചടങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ അത്. എന്നിട്ട് ഇത് ചൈനീസ് എന്താ പറയുന്ന ഒരു ദൈവങ്ങളാണ്. സെയിം ഹിന്ദു ദൈവങ്ങളെ പോലെ തന്നെയാണ് അവർക്കും ത്രിമൂർത്തികൾ ഒക്കെയാണ്. ആ കണ്ടത് യമദേവനും പുള്ളിയുടെ അസിസ്റ്റൻസുമാണ്. അപ്പോൾ സെയിം ആണ്, പക്ഷെ അവർക്ക് പേരുകൾ മാറ്റമാണ്. അപ്പോൾ അവിടെ അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു വെല്ലും അതിൻ്റെ ഒരു ഇതുമാണ് കേട്ടോ ആ കണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ട് നേരത്തെ ഉള്ള പണ്ടത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷന് 999 എന്താ പറയുന്ന വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസ് എല്ലാം റെയിൻബോ കളറിലാണ് അവരതിൻ്റെ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മൾ അത് പോകുന്ന വഴിക്കൊന്ന് കണ്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. എനിക്ക് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. കണ്ടോ, നമ്മുടെ ആ ഒരു സാൻഡ് പാർക്ക് ഡെക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വന്നത് ഈ മെർലയൺ സിറ്റിയിലാണ്. മെർലയൺ എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ ലോഗോയാണ്. അപ്പോൾ അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് മെർലയനാണ്. എന്ന് പറയുന്നത് സീ ആണ്, ലയനാണ്. അപ്പോൾ മെർലയൻ്റെ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഹെഡ് ലയൻ്റെതും ബോഡി ഒരു ഫിഷിൻ്റെയും.
അത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ലയൺ എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ ഒഫീഷ്യൽ ഇതാണ്, ആനിമളാണ്. പിന്നെ പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സിംഗപ്പൂരിൽ ലയൺ ഇല്ല. അതിൻ്റെ ഇത് സിമ്പിൾ അതായതുകൊണ്ട് ലയൺ, സിംഗപ്പൂർ എന്ന് പറയുന്നത് ലയൺ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് ലയണും പിന്നെ അതിൻ്റെ ബോഡി ഫിഷിൻ്റെത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആദ്യമായിട്ട് സിംഗപ്പൂരിലേക്ക് വന്നത് ഫിഷിങ്ങിനായിട്ട് വന്നവരാണ് കേട്ടോ. അപ്പോൾ അവരുടെ അങ്ങനെ സിംഗപ്പൂരിൻ്റെ ഒറിജിൻ ഒരു ഫിഷിംഗ് വില്ലേജായിട്ടാണ് ആദ്യം അറിയപ്പെട്ടത്. അങ്ങനെയാണ് അതിന് ആ ഒരു എന്താ പറയുന്നത്, മെർ മീൻസ് സീയും ലയൺ അതിൻ്റെ സിമ്പലുമായിട്ട് ഈ ഒരു ഫിഷിൻ്റെ ബോഡി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൂചകമായിട്ടാണ്. അങ്ങനെയാണ് ഈ മെർലയൺ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇത് മെർലയൺ സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, അതാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഗോയാണത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്കൈ പാർക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ആയത്. അപ്പോഴാണ് റൂംസൊക്കെ അവർ അലോട്ട് ചെയ്തത്. കാരണം അവിടെയൊക്കെ 3 മണിക്ക് ശേഷമേ ഇങ്ങനെ റൂംസ് നമുക്ക് ഹോട്ടലിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ രാവിലെ 11 മണിക്ക് വെക്കേറ്റ് ചെയ്യും. പക്ഷേ അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഭയങ്കര നീറ്റാണ് കേട്ടോ. സിംഗപ്പൂർ ഭയങ്കര നീറ്റാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു നീറ്റ്നെസ് അവരുടെ ഫുൾ ഏരിയയിലും കാണും. അവരുടെ എന്താ പറയുന്ന ഹോട്ടൽസിലും എല്ലാത്തിലും ആ ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഫ്രഷായി 6 മണിക്ക് ശേഷം ഒരു റിവർ ക്രൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ റിവർ ക്രൂസിന് അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറേ പേര്, ഒരു 32 പേര്, ഞങ്ങൾ കഴിഞ്ഞിട്ടൊരു 31 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളൊരു റിവർ ക്രൂസിന് പോകുമ്പോഴത്തേലും കണ്ടോ, അതിന് ചുറ്റുമുള്ള ബിൽഡിങ്സാണ് ഇതൊക്കെ. ഇതെല്ലാം നമുക്ക് ആ സ്കൈ പാർക്കിൽ നിൽക്കുമ്പോഴത്തേലും കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വളരെ അടുത്തായിട്ട് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, രാത്രി സമയമാകുമ്പോഴത്തേൽ സിംഗപ്പൂർ അറിയപ്പെടുന്നത് തന്നെ ഡയമണ്ട് സിറ്റി എന്നാണ്. അതിൻ്റെ പേര് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ്സാണ്. രാത്രി ആകുമ്പോഴത്തേൽ ഫുൾ ഓഫ് ലൈറ്റ്സാണ്. അപ്പോൾ ആകെ ഇങ്ങനെ അവിടെ അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി പോക്കോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ലൈറ്റിൻ്റെ ഭംഗി ഒക്കെ വെച്ചിട്ട് ഫുള്ള് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എല്ലാം ഗ്ലാസ് കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇതൊരു ട്രോപ്പിക്കൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും മഴയുണ്ടാവും. മഴ പെയ്യുമ്പോൾ 5 വർഷത്തിലൊരിക്കൽ ഈ ബിൽഡിങ്സ് എല്ലാം പെയിൻറ്റ് ചെയ്യണം. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവർ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ലൈറ്റ്സ് വരുമ്പോൾ ഭയങ്കര ഒരു പ്രകാശമാണ്. മീൻസ് ഒരു ഡയമണ്ടിൻ്റെ ഒരു ഷൈനിങ് ആണ്. അങ്ങനെയാണ് ഈവനിങ് ടൈം ആകുമ്പോഴത്തേൽ ഇത് ഭയങ്കര ഷൈനിങ് ആയിട്ട് ഒരു ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് വ്യൂ എടുത്താണ്. കണ്ടോ, ഒരു ബോട്ടാണ് ആ 3 ഹോട്ടൽ ടവേഴ്സിൻ്റെ മേളിലായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ഡേ ഉള്ള ഞങ്ങളുടെ കാഴ്ചകൾ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറും കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. പിറ്റേ ദിവസമാണ് പിന്നെ അടുത്ത യാത്രയൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ആ ക്ഷീണമൊന്നും അങ്ങനെ അറിഞ്ഞൊന്നുമില്ല. കാരണം സിംഗപ്പൂരിലെ കാഴ്ചകൾ ഓരോന്നും ഭയങ്കര കൗതുകം നിറഞ്ഞതായിരുന്നു കേട്ടോ. അങ്ങനെ അത് ആർക്കായിരുന്നിരുന്നാലും ഞാൻ പറയുന്നത്, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് സിംഗപ്പൂർ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സിംഗപ്പൂർ പോവുക. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും എക്സ്പെൻസീവ് കൺട്രി എന്ന് അറിയപ്പെടുന്നതും സിംഗപ്പൂർ തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പം ഞാനും അവിടെ പോയതിൽ എനിക്കും ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇതൊക്കെ കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.
അപ്പോൾ ഇനി അടുത്ത സീരീസിൽ ഞാൻ അടുത്ത ദിവസത്തെ വിശേഷങ്ങളും എല്ലാം കാണിക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തവർ ദയവ് ചെയ്തിട്ട് വീണ്ടും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാതിരിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റാവുന്നത് എല്ലാം ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ഒരുപാട് ഫുൾ വീഡിയോ ഞാൻ ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നിങ്ങൾക്കും അതൊരു ഒത്തിരി ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ടൈമും കൂടെ നോക്കിയിട്ടാണ് കുറേശ്ശെ ഇടുന്നത്. കണ്ടോ, ഇപ്പോൾ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ മാറി. കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.